ഇന്ന് നമുക്ക് താൻ ആരാ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു വീട്ടിൽ മോഷ്ടിക്കുവാനായി കയറുന്ന കള്ളൻ ആ വീട്ടിലെ രണ്ട് അവിഹിതങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അതെങ്ങനെയാണ്, പിന്നീട് എന്തൊക്കെ സംഭവിച്ചു, കള്ളനെ അവർ കയ്യോടെ പിടികൂടിയോ എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ MLA ആയ ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് രാത്രി എങ്ങോട്ടോ പോവുകയാണ്. കൂടാതെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് പോകുന്നതും. അവിടുത്തെ മേയർ ആണെങ്കിൽ ഒരു സ്ത്രീ വിഷയത്തിൽ പെട്ടിരിക്കുന്നു. അതിനെതിരായിട്ടാണ് ആദർശ് സംസാരിക്കുന്നതും. ഇങ്ങനെയുള്ളവരെയൊക്കെ നല്ല രീതിക്ക് ശിക്ഷിക്കണം എന്നൊക്കെ ആദർശ് പറയുന്നുമുണ്ട്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുവാനായിട്ട് താൻ ഡൽഹിയിൽ പോവുകയാണെന്നും അത് കഴിഞ്ഞു വന്ന് ചർച്ചയിൽ പങ്കെടുക്കാമെന്നും ആദർശ് പറയുന്നുണ്ട്. ആദർശ് പോകുന്നതെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പോലീസ് ഓഫീസറായ ജെയിംസും ഉണ്ടായിരുന്നു. ഈ ജെയിംസ് ആരെയോ വിളിച്ച് അതെല്ലാം ഇൻഫോം ചെയ്യുന്നുമുണ്ട്. എന്നാൽ നന്നായി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ആദർശ് നേരെ പോയത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്കായിരുന്നു. അവിടെ പോയി ആദർശ് റൂം എടുക്കുന്നുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ജെയിംസിനെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരുപാട് വഴക്ക് പറയും. ഒരു കേസും തെളിയിച്ചിട്ടുമില്ല, കൊടുക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യത്തുമില്ല എന്ന് പറഞ്ഞാണ് ജെയിംസിനെ വഴക്ക് പറയുന്നതും. എന്നാൽ ഹോട്ടൽ റൂമിലെത്തിയ ആദർശ് മാസ്ക് ഒക്കെ ധരിച്ച് നേരെ പോകുന്നത് ഒരു ആൽബം ഷൂട്ട് നടക്കുന്ന സെറ്റിലേക്കായിരുന്നു. എന്തെന്നാൽ ആദർശ് ഒരു ആൽബം പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിനെപ്പറ്റി അന്വേഷിക്കുവാനായിട്ടാണ് പോകുന്നത്. പക്ഷെ ഒരു MLA ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുറത്തറിഞ്ഞാൽ ആകെ നാണക്കേടാകുമെന്ന് പേടിച്ചാണ് മാസ്ക് ഒക്കെ ധരിച്ച് പോകുന്നതും ആരും അറിയാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. എന്നാൽ സെറ്റിൽ വെച്ച് ആൽബത്തിൽ അഭിനയിക്കാനായി എത്തിയ നായികയെ ശ്രദ്ധയെ കണ്ടു. ശ്രദ്ധയെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ അവളോട് ആദർശിന്റെ ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നും. എന്നാൽ മറ്റൊരു വശത്ത് തങ്കച്ചൻ എന്ന ആളിനെയാണ് കാണിക്കുന്നത്. തങ്കച്ചന്റെ ഭാര്യയായ ആശ ഗർഭിണിയുമാണ്. തങ്കച്ചൻ ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ച് തന്റെ ജോലി ചെയ്യുവാനായി പോവുകയാണ്. ആശയാണെങ്കിൽ അവനുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുമുണ്ട്. തങ്കച്ചൻ നേരെ തന്റെ ബൈക്കിൽ കയറി എത്തിയത് ഒരു അമ്പലത്തിലേക്കായിരുന്നു. അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങിയ തങ്കച്ചനാണെങ്കിൽ അവിടെ കിടന്ന് നല്ലൊരു ഷൂ എടുത്തിട്ട് കൊണ്ടുപോകും. അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ തങ്കച്ചൻ ഒരു കള്ളനാണെന്ന്. അമ്പലത്തിൽ നിന്നിറങ്ങി ബൈക്കിൽ പോവുകയായിരുന്ന തങ്കച്ചൻ റോഡിൽ എന്തോ പ്രശ്നം നടക്കുന്നത് കണ്ട് അതെന്താണെന്ന് അറിയുവാനായിട്ട് നോക്കും. അവിടെ എന്താണ് പ്രശ്നമെന്നാൽ, ഒരു കാറുകാരനാണെങ്കിൽ മറ്റൊരു കാറിൽ കൊണ്ടുവന്നിടിച്ചു. അഞ്ജലി എന്ന സ്ത്രീയുടെ കാറായിരുന്നു അത്. അവരതും സംബന്ധിച്ച് ഒരുപാട് പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. അതേസമയം അവിടേക്ക് പോലീസും വരും. പോലീസിനെ കണ്ടതും തങ്കച്ചൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ചെയ്തത്. എന്നാൽ മറ്റൊരു വശത്ത് ആദർശിന് ശ്രദ്ധയോടൊരു താല്പര്യമൊക്കെ ഉണ്ടല്ലോ. ആദർശിന് എങ്ങനെയെങ്കിലും ശ്രദ്ധയെ വളയ്ക്കണം. അവളുണ്ടായിരുന്ന ക്യാരവാനിലേക്ക് ആദർശ് വരികയാണ്. ഷൂട്ട് കഴിഞ്ഞിട്ട് കാശ് കൊടുക്കുവാനായിട്ടാണ് വരുന്നതും. എന്നാൽ ആദർശ് പറയുന്നുണ്ട്, എനിക്ക് വേറൊരു വീടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന്. ആദർശിനൊപ്പം പോകുന്നതിന് ശ്രദ്ധ എതിർപ്പൊന്നും കാണിച്ചതേയില്ല. അങ്ങനെ ആദർശ് ശ്രദ്ധയും കൂട്ടി തന്റെ മറ്റൊരു വീട്ടിലേക്കാണ് പോകുന്നതും. അതേസമയം തന്നെ തങ്കച്ചൻ ഒരു വീട്ടിൽ മോഷ്ടിക്കുവാനായി കയറും. ആ വീട് മറ്റാരുടെയുമല്ല, ആദർശിന്റെ തന്നെയായിരുന്നു. ആ വീട്ടിലേക്കാണ് ആദർശ് ശ്രദ്ധയും കൊണ്ടുവരുന്നതും. MLA ആയ ആദർശിന്റെ വീടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തങ്കച്ചൻ ആ വീട്ടിലേക്ക് മോഷ്ടിക്കുവാനായി കയറിയതും. എന്തെന്നാൽ മോഷ്ടിക്കുവാനായി ഇറങ്ങുന്നതിന് മുൻപ് ചാനൽ ചർച്ച കണ്ടിട്ടാണ് തങ്കച്ചൻ ഇറങ്ങിയതും. ചാനൽ ചർച്ചയിൽ ആദർശ് പറയുന്നുണ്ട് താൻ കാണില്ല, എയർപോർട്ടിലേക്കാണ് പോകുന്നതെന്നും. അതുകൊണ്ട് ആദർശിനെ അവിടെ കാണില്ല എന്ന സമാധാനത്തിലാണ് വീട്ടിലേക്ക് കയറിയതും. വീട്ടിൽ കയറി അവിടെ ഉണ്ടായിരുന്ന പെഗ്ഗൊക്കെ എടുത്തടിക്കും. അവിടെമെല്ലാം കാശ് അന്വേഷിക്കും. ഒടുവിൽ അവൻ ലോക്കർ കണ്ടെത്തുകയാണ്. ലോക്കർ തുറക്കുമ്പോൾ അതിനുള്ളിലെല്ലാം 500ന്റെ നോട്ടുകളായിരുന്നു. ഒരുപാട് കാശുണ്ട്. എന്നാൽ തങ്കച്ചന് എല്ലാം എടുക്കാനൊന്നും തോന്നിയില്ല. തങ്കച്ചൻ വന്നപ്പോൾ ഒരു ലിസ്റ്റുമായാണ് വന്നത്. അതിൽ അവന്റെ ഭാര്യയുടെ പ്രസവം, കുഞ്ഞിന്റെ ചിലവ് എല്ലാം കൂടി ഒരു 87,145 രൂപ. അവൻ ആവശ്യമുള്ള കാശ് മാത്രമാണ് അതിൽ നിന്നും എടുക്കുന്നതും. ഒരു 88,000 രൂപ എടുത്തിട്ട് ബാക്കി അവന്റെ കയ്യിൽ നിന്നും ചില്ലറയാക്കി ബാലൻസ് അവിടെ തിരിച്ചു വെച്ചിട്ടാണ് പോകുന്നതും. അത്രയ്ക്കും സത്യസന്ധനായിരുന്നു ഈ തങ്കച്ചൻ. തങ്കച്ചൻ താഴേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മദ്യം കഴിക്കുകയും മാത്രമല്ല അവൻ കൊണ്ടുവന്ന ആഹാരമൊക്കെ കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഫോൺ റിങ് ചെയ്യും. കുറെ നേരം അടിക്കുന്ന സമയത്ത് അവൻ ആരെന്നറിയാനായിട്ട് കോൾ അറ്റൻഡ് ചെയ്ത് നോക്കും. അത് മറ്റാരുമല്ല, തങ്കച്ചന്റെ ഭാര്യയെ ആശയായിരുന്നു. ആശയുടെ കൈവശം MLA വീട്ടിലെ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾ വിളിക്കുന്നതും. അവൾ പറയും, നിങ്ങൾ എന്നത്തെയും പോലെ ആവശ്യമുള്ള കാശ് മാത്രം എടുത്തോണ്ട് വരരുത്, ഒരു 2-3 ലക്ഷം രൂപ കയ്യിലെടുത്തോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്തും തങ്കച്ചൻ അതിനൊന്നും താല്പര്യമില്ല. എല്ലാ തവണ മോഷ്ടിക്കാൻ പോയാലും തങ്കച്ചൻ സത്യസന്ധത കാണിക്കുന്നത് ആശയ്ക്ക് നന്നായിട്ട് അറിയാം. ആശയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നതും. ഞാൻ ആവശ്യമുള്ള കാശ് എടുക്കൂ എന്ന് പറഞ്ഞാണ് തങ്കച്ചൻ കോള് കട്ട് ചെയ്തതും. അതേസമയം തന്നെ ജനലിലൂടെ ഒരു വെട്ടമടിക്കും. ഒരു കാറ് വരുന്നതായിരുന്നു. ആദർശം ശ്രദ്ധയുമാണ് ആ കാറിലുണ്ടായിരുന്നതും. അത് മനസ്സിലാക്കി തങ്കച്ചനാണെങ്കിൽ ഉടനെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുവാനായും തീരുമാനിച്ചു. അവൻ കരുതിയത് അവിടെ ആരും കാണില്ല എന്നാണല്ലോ. അവന്റെ പ്രതീക്ഷയെല്ലാം നശിച്ചു. വന്ന വഴിയെ തന്നെ തിരികെ പോകുവാനായി കരുതിയപ്പോൾ അവന്റെ ബാഗ് അകത്തായി
മാറിപ്പോയി. ആ ബാഗിലായിരുന്നു കാശുണ്ടായിരുന്നതും. അവൻ ആ ബാഗ് എടുക്കുവാനായിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ആദർശം ശ്രദ്ധയും കതക് തുറക്കാനായി അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. എന്നാൽ അതേസമയം തന്നെ അവർ കതക് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചിട്ടുമുണ്ടായിരുന്നു. അത് കണ്ട് തങ്കച്ചനാണെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാമെന്ന് തീരുമാനിച്ച് അവിടെ ചെന്ന് മറഞ്ഞിരിക്കും. വീട്ടിലേക്ക് എത്തിയ ആദർശിനെ എന്തിനാണോ ശ്രദ്ധയെ കൊണ്ടുവന്നത് ആ കാര്യം പെട്ടെന്ന് തന്നെ നടക്കണമെന്നായിരുന്നു. പക്ഷേ ശ്രദ്ധയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം, പരസ്പരം പരിചയപ്പെടാം എന്നൊക്കെയായിരുന്നു അവൾക്ക്. അതെല്ലാം കേട്ട് ആദർശിന് ദേഷ്യം വരുമെങ്കിലും അവനതൊന്നും പുറത്ത് കാണിച്ചില്ല. ശ്രദ്ധ പറയും, എനിക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എന്റെ ഭർത്താവിന് അതൊന്നും ഇഷ്ടമല്ല. അയാൾക്ക് എന്നെപ്പറ്റി ഒരു ശ്രദ്ധയുമില്ല. ഞാൻ എവിടെയാണെന്നോ, ഞാൻ ചത്തോന്നോ ജീവിച്ചിരിപ്പുണ്ടെന്നോ എന്നൊന്നും തിരക്കാറേയില്ല. എന്നെയൊന്നും സപ്പോർട്ട് പോലും ചെയ്യത്തില്ല. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഡിവോഴ്സ് ആവാനായി നോക്കുകയാണെന്നും ശ്രദ്ധ പറയും. അവർ സംസാരിക്കുന്നതെല്ലാം തങ്കച്ചൻ കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രദ്ധ ചോദിക്കും, എന്നെ എന്ത് കണ്ടിട്ടാ നിങ്ങൾക്ക് ഇഷ്ടമായത്? അത് കേട്ട് ആദർശ് പറയും, അത് നന്നായി പാട്ട് പാടും, ഡാൻസ് കളിക്കും, അതൊക്കെ തന്നെയാണെന്ന് പറയും. ആദർശിന്റെ മനസ്സിൽ അവളുടെ ശരീരത്തോടാണ് ഇഷ്ടമെന്നുള്ളത് അവൻ പുറത്ത് കാണിക്കത്തില്ല. അത് കേൾക്കുന്നതും ശ്രദ്ധയ്ക്കും സന്തോഷമാകും. എന്നാൽ അതേസമയം തന്നെ ശ്രദ്ധ കുളിച്ച് ഫ്രഷായി വരാമെന്ന് പറഞ്ഞ് മുകളിലേക്കും പോയി. അങ്ങനെ അവൾ ഫ്രഷായി താഴേക്ക് വരുന്ന സമയത്ത് ആദർശ് അവൾക്കൊരു സർപ്രൈസ് ഒരുക്കിയിരുന്നു. അന്ന് ശ്രദ്ധയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിനു വേണ്ടിയിട്ട് അവൻ കേക്കൊക്കെ വാങ്ങി റെഡിയായി നിൽക്കുകയാണ്. അത് കണ്ടതും ശ്രദ്ധയ്ക്ക് ഒരുപാട് സന്തോഷമായി. ആദ്യമായിട്ടായിരിക്കും അവളുടെ ലൈഫിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതും. അങ്ങനെ അവൾ അവിടെ ഉണ്ടായിരുന്ന പിയാനോ വായിച്ച് ഒരു പാട്ടൊക്കെ പാടുകയാണ്. ആ പാട്ട് അത്രയും മനോഹരമായിരുന്നു. അത് തങ്കച്ചനും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പാട്ട് പാടി അവസാനം തങ്കച്ചനും കൂടെ പാടിപ്പോയി. അറിയാതെയാണ് സംഭവിച്ചതും. അത് കേട്ടതും ആദർശ് പറയും, ഇവിടെ ആരോ ഉണ്ട്. ഞാൻ വന്നപ്പോഴേ ചെറിയൊരു സൗണ്ട് കേട്ടിരുന്നു. ഇവിടെ ആരോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് ഇറങ്ങിയ CID-കളായിരിക്കും. അതായിരിക്കും ഒളിച്ചിരുന്നെല്ലാം ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന തോക്കും ആദർശ് എടുക്കുകയാണ്. തങ്കച്ചനും ആകെ പേടിയാകുവാനായും തുടങ്ങി. തങ്കച്ചനെ കൊല്ലുമെന്ന് പറഞ്ഞാണ് തോക്കെടുത്ത് ആദർശ് വിരട്ടിക്കൊണ്ടേയിരിക്കുന്നതും. തങ്കച്ചൻ അവിടെ ഒളിച്ചിരുന്ന് അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതേസമയം അവിടുത്തെ ഫോൺ റിങ് ചെയ്യും. ആദർശം ശ്രദ്ധയും കരുതിയത് ആദർശിന്റെ വൈഫായിരിക്കും വിളിക്കുന്നതെന്നാണ്. പേടിച്ച് ആദർശ് കോൾ എടുക്കും. പക്ഷേ വിളിച്ചത് തങ്കച്ചന്റെ ഭാര്യയായ ആശയായിരുന്നു. നിങ്ങളിത് എവിടെ പോയിരിക്കുക? എനിക്ക് 9 മാസമായിരിക്കുകയാണെന്ന വല്ല ബോധവും നിങ്ങൾക്കുണ്ടോ? ആ MLA വീട്ടിൽ നിന്നും എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വേഗം തിരിച്ചു വരുവാനായും പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന ആദർശ് പറയും, എടി, നീ പറഞ്ഞ ആ MLA ആണ് ഞാൻ. നിന്റെ ഭർത്താവിനെ ഞാൻ ജീവനോടെ വിടില്ല എന്നും പറയുന്നു. അത് കേട്ടതും ആശയ്ക്ക് പേടിയാകുവാനായും തുടങ്ങി. അതും പറഞ്ഞ ആദർശ് കോളും കട്ട് ചെയ്യും. എന്നിട്ട് അവിടെയെല്ലാം തങ്കച്ചനെ അന്വേഷിക്കുകയാണ്. ആദർശിന് മനസ്സിലായി തന്റെ വീട്ടിൽ കള്ളൻ കയറിയെന്ന കാര്യം. ഒരു ഘട്ടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്ന തങ്കച്ചനെ ആദർശ് കണ്ടുപിടിക്കും. ആദർശിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് തങ്കച്ചനോട് നേരെ ചെന്ന് വീഴുന്നത് അവിടുത്തെ പൂളിലായിരുന്നു. പൂളിൽ നിന്നും കരയ്ക്ക് കയറി വന്ന തങ്കച്ചനെ പുറത്തേക്ക് വിടുവാനായിട്ട് അവർ തയ്യാറായില്ല. ഇവൻ എന്തായാലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നും ഇവൻ പുറത്തു പോയി കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുമെന്ന പേടി ആദർശിനുണ്ടായിരുന്നു. ആദർശ് അതും പറഞ്ഞ് തോക്ക് ചൂണ്ടി അവനെ വിരട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തങ്കച്ചൻ പറയും, സാറേ, ഞാനൊരു കള്ളനാ. എന്റെ ഭാര്യ ഗർഭിണിയാണ്. ഞാനിപ്പോൾ വീട്ടിലേക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവൾ ഉറപ്പായും ഓട്ടോ വിളിച്ച് ഇവിടെ വരും. ഞാൻ ഏത് വീട്ടിൽ മോഷ്ടിക്കാൻ കയറുന്നതിന് മുൻപും ആ വീടിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ, നീ എവിടുത്തെ കള്ളനാടാ, ഭാര്യയോട് എല്ലാ കാര്യവും പറഞ്ഞിട്ട് വരാൻ? അപ്പോൾ തങ്കച്ചൻ പറയും, ഞങ്ങൾ അങ്ങനെയാ, ഞാൻ എല്ലാ കാര്യവും എന്റെ ഭാര്യയോട് ഷെയർ ചെയ്യുമെന്ന് പറയും. അത് കേട്ടതും ശ്രദ്ധയ്ക്ക് അവനോട് ഒരു ആരാധന തോന്നുന്നു. കാര്യം, ഭാര്യയും ഭർത്താവുമായാൽ അങ്ങനെ തന്നെ വേണം. എല്ലാ കാര്യവും പരസ്പരം ഷെയർ ചെയ്യണം എന്നായിരുന്നു അവൾ പറയുന്നതും. അതേസമയം തന്നെ അവൻ പറയും, സാറേ, എന്റെ വീട്ടിൽ വിളിക്കാൻ എന്നെ അനുവദിക്കണം. ഒടുവിൽ ആദർശും ശ്രദ്ധയും അവനെ വീട്ടിൽ വിളിക്കുവാനായും സമ്മതിച്ചു. തങ്കച്ചൻ ഫോൺ എടുത്ത് ആശയെ വിളിക്കും. എന്നിട്ട് പറയും, എടി, എന്നെ ഇവിടെ പൊക്കിയത് ശരിയാ, പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ചു കഴിയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് വരും. നീ വേറെ ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറയുമ്പോൾ അവിടെ ഉടനെ ശ്രദ്ധയുടെ ശബ്ദം കേൾക്കും. അവിടെ എന്താ ഒരു സ്ത്രീയുടെ ശബ്ദമെന്ന് ആശ ചോദിക്കും. അത് ഇവിടുത്തെ സാറ് ഡൽഹിയിലേക്ക് പോകുന്നെന്ന് കള്ളം പറഞ്ഞ് ഒരു സ്ത്രീയെയും കൂട്ടി ഇവിടേക്ക് വന്നു. സാറിന്റെ അവിഹിതമാണെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടതും ശ്രദ്ധയ്ക്ക് ദേഷ്യം വരും. എന്നാൽ ആശ പറയും, നിങ്ങൾ അവിടെ അധിക നേരം നിൽക്കണ്ട, അവിടെ നിന്നും എത്രയും പെട്ടെന്ന് തിരികെ വാ. അവരോട് കൂടി നിങ്ങളും പാഴിപ്പോകുമെന്നായിരുന്നു ആശയുടെ പേടി. എന്നാൽ തങ്കച്ചൻ സംസാരിക്കുന്ന എല്ലാം കേട്ട് ദേഷ്യമെന്ന ശ്രദ്ധയാണെങ്കിലോ അവനോട് ദേഷ്യപ്പെടും. നീ എന്തിനാ അവിഹിതമെന്നൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനോട് ചൂടാവുന്ന സമയത്തായിരുന്നു ആദർശ് ശ്രദ്ധയെ സമാധാനിപ്പിച്ചതും. എന്നിട്ട് നീ എത്ര പൈസ എവിടെ നിന്ന് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ആവശ്യമുള്ള കാശ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്റെ കയ്യിലിരുന്ന ബാക്കിയുള്ള ചില്ലറ പൈസ സഹിതം ഞാൻ ബാലൻസ് അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഇത്രയും സത്യസന്ധനായ കള്ളനോ എന്ന് ശ്രദ്ധ ചിന്തിക്കും. അതോടുകൂടി അവൾക്ക് വീണ്ടും അവനോടൊരു ആരാധന തോന്നും. എന്നാലും അവൾ ചിന്തിക്കും, ഇത്രയും സത്യസന്ധനോ? ഉറപ്പായിട്ടും ഇവൻ ബാലൻസ് പൈസയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊരു ഡിക്റ്റേറ്റീവ് ആയിരിക്കും. ആദർശിനെ പറ്റി അന്വേഷിക്കുവാനായിട്ട് വന്നതായിരിക്കും. ഇവനെ വെറുതെ വിടരുതെന്ന് ശ്രദ്ധ പറയും.
എന്നിട്ട് അവൾ കയ്യിലിരുന്ന തോക്കെടുത്ത് അവന് നേരെ ചൂണ്ടും. എന്നിട്ട് അവനെ വിരട്ടുവാനായും തുടങ്ങി. ഉറപ്പായും ഇവൻ ഡിറ്റക്റ്റീവ് തന്നെയാ എന്നൊക്കെ പറഞ്ഞാണ് അവൾ ആ തോക്ക് ചൂണ്ടുന്നതും. അവളുടെ കയ്യിലിരുന്ന് അറിയാതെ തോക്കിൽ നിന്നും വെടിയുണ്ട പുറത്തേക്ക് വന്നു. പക്ഷേ ഭാഗ്യത്തിന് അത് തങ്കച്ചന് കൊണ്ടില്ല. അവിടെയുണ്ടായിരുന്ന സെറ്റിയിലാണ് അത് വന്ന് കൊണ്ടതും. ഒടുവിൽ ആദർശ് അവളുടെ കയ്യിൽ നിന്നും എങ്ങനെയൊക്കെയോ തോക്കും പിടിച്ചു വാങ്ങി. തങ്കച്ചൻ അവരോട് പറയും, സാറേ എന്നെ ഒന്ന് വെറുതെ വിട്, നിങ്ങൾ ആ കാശെടുത്തോ, പകരം ഞാൻ വെച്ച ചില്ലറ മാത്രം എനിക്ക് തന്നാൽ മതിയെന്ന് അവൻ പറയും. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ പുറത്താരോ കോളിംഗ് ബെൽ അടിക്കുകയാണ്. തങ്കച്ചൻ കരുതിയത് അവന്റെ ഭാര്യ ആശയായിരിക്കുമെന്നാണ്. എന്നാൽ വന്ന ആൾ വിളിക്കുന്നത് ആദർശിന്റെ പേരായിരുന്നു. അവൻ നോക്കുമ്പോൾ അത് ആദർശിന്റെ ഭാര്യയാണ്. അത് മറ്റാരുമല്ല, അന്ന് റോഡിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അഞ്ജലി തന്നെയായിരുന്നു ആദർശിന്റെ ഭാര്യ. പേടിച്ച ആദർശ് എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നിൽക്കുകയായിരുന്നു. ഒടുവിൽ ആദർശ് ഒരു പ്ലാൻ ഇടും. എന്തെന്നാൽ തങ്കച്ചന്റെ ഭാര്യയാണ് ശ്രദ്ധ, അവളുടെ പിറന്നാൾ ആഘോഷിക്കുവാനായിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് കള്ളം പറയാം എന്ന് ആദർശ് പറയും. അതനുസരിച്ച് ഡോർ തുറന്നു. അഞ്ജലി അകത്തേക്ക് കയറിയിട്ട്, നിങ്ങൾ ഡൽഹിക്ക് പോകുന്നതല്ലേ പറഞ്ഞത്, എന്നിട്ടെന്താ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതോ പോകുന്ന വഴിയില് ഞാൻ എന്റെ ഫ്രണ്ട് മൂർത്തിയെ കണ്ടു. അവൻ അവന്റെ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കുവാനായിട്ട് നിൽക്കുകയായിരുന്നു. അവന്റെ ഭാര്യയുടെ പിറന്നാളാണെന്ന്. അതുകൊണ്ട് ഞാൻ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ വെച്ച് ആഘോഷിക്കാമെന്നാ കരുതിയത് എന്ന് പറയും. എന്നിട്ട് മൂർത്തി എന്ന പേരിൽ തങ്കച്ചനെ പരിചയപ്പെടുത്തും. മൂർത്തി ഒരു വലിയ കോടീശ്വരനാണെന്നും അവനുമായിട്ട് ചേർന്ന് ഒരു ബിസിനസ് നടത്താൻ ആദർശ് പോകുന്നു എന്നൊക്കെയുള്ള കള്ളങ്ങളാണ് പറഞ്ഞതും. അതെല്ലാം അഞ്ജലി വിശ്വസിച്ചു. എന്നിട്ട് ആദർശ് ചോദിക്കും, അല്ല നീ എന്താ ഇവിടെ? അഞ്ജലി പറയും, എന്റെ മനസ്സ് പറഞ്ഞു നിങ്ങൾ ഇവിടെ കാണുമെന്ന്, അതാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും അഞ്ജലി പറയും. താൻ പറഞ്ഞ കള്ളങ്ങളൊന്നും പൊളിയാത്തതിന്റെ സമാധാനത്തിലായിരുന്നു ആദർശ്. ബർത്ത്ഡേ ആഘോഷിക്കുവാനല്ലേ വന്നത്, നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നും അഞ്ജലി പറയും. അതേസമയം അവിടുത്തെ ഫോൺ റിങ് ചെയ്യുകയാണ്. തങ്കച്ചനത് ആശയായിരിക്കുമെന്ന കാര്യം മനസ്സിലായി. അഞ്ജലി കോൾ എടുക്കാനായി പോകുന്ന സമയത്ത് ആദർശ് പറയും, വേണ്ട, അത് മൂർത്തിക്കുള്ള കോളാണ്, അവൻ എടുത്തോളൂ എന്ന് പറയും. ഉടനെ തന്നെ തങ്കച്ചൻ പോയി കോൾ എടുക്കും. എന്നിട്ട് ആശയോട് ഓരോന്ന് സംസാരിക്കുവാനായി തുടങ്ങുന്ന സമയത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയാനായി പറ്റുന്നില്ലല്ലോ. ആശയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാനായിട്ട് തങ്കച്ചന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണോ എന്ന ടെൻഷൻ ആശയ്ക്കുണ്ടാകുവാനായും തുടങ്ങി. കോള് കട്ട് ചെയ്തതിനു ശേഷം ആശ അടുത്തുള്ള ഓട്ടോക്കാരനോട്, ചേട്ടാ 1 മണിക്കൂറിനകം തങ്കച്ചൻ ചേട്ടൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് അന്വേഷിച്ച് പോകാമെന്നും പറയും. അതേസമയം തന്നെ തങ്കച്ചനെയും ശ്രദ്ധയും റൂമിലേക്ക് ആദർശ് കൊണ്ടുപോയി. എന്നിട്ട് അവർക്ക് ഡ്രസ്സ് മാറാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അവരെല്ലാവരും ഡ്രസ്സ് മാറി താഴേക്ക് വരികയാണ്. അവിടെ കേക്ക് കട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരുന്നു. അതിനുശേഷം എല്ലാവരും കുറച്ച് മദ്യപിക്കാമെന്ന് തീരുമാനിച്ച് പൂളിനടുത്തേക്ക് വരും. അതേസമയം അഞ്ജലി ശ്രദ്ധയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുമുണ്ട്. നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ടത്, നിങ്ങളുടെ ലവ് മാരേജ് ആണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശ് പറയും, അതെ ഇവരുടെ ലവ് മാരേജാ, ഇവരെ ആൽബം ഷൂട്ടിന് വന്ന സമയത്താണ് കണ്ട് പരിചയമായി ഇഷ്ടത്തിലായതെന്നും പറയും. വീണ്ടും വീണ്ടും അഞ്ജലി ഓരോന്നോരോന്ന് കുത്തി ചോദിച്ചുകൊണ്ടേയിരുന്നു. അഞ്ജലി വീണ്ടും ചോദിക്കാതിരിക്കാനായിട്ട് അഞ്ജലിയെ കൊണ്ട് ഓവറായിട്ട് അവർ മദ്യം കുടിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ വെച്ച് ആദർശും ശ്രദ്ധയും തങ്കച്ചനുമൊക്കെ റൂമിലേക്ക് പോയ സമയം അഞ്ജലി ആരെയോ കോൾ ചെയ്തിരുന്നു. അത് മറ്റാരുമല്ല, പോലീസ് ഓഫീസറായ ജെയിംസ് ആയിരുന്നു. ഇവർ രണ്ടും തമ്മിൽ ബന്ധത്തിലാണ്. ഇവർക്കിടയിൽ ഒരു അവിഹിത ബന്ധമൊക്കെയുണ്ട്. ആദർശ് എയർപോർട്ടിലേക്ക് പോകുന്നത് കണ്ടിട്ട് ജെയിംസ് ആരെയോ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ, അത് മറ്റാരെയുമല്ല അഞ്ജലിയായിരുന്നു. ആദർശ് പോയി കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടാൾക്കും ആ വീട്ടിൽ ഒത്തുകൂടാമെന്നായിരുന്നു പ്ലാൻ. എന്നാൽ അതിപ്പോൾ നടക്കത്തില്ലല്ലോ. ആദർശ് തിരികെ വന്ന കാര്യം അഞ്ജലി പറയും. എന്നാൽ ജെയിംസ് പറയുന്നത്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് നിന്നെ കാണണമെന്നായിരുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തങ്കച്ചന്റെ കൈ അറിയാതെ ശ്രദ്ധയുടെ ദേഹത്തൊന്ന് തൊട്ടു എന്ന് പറഞ്ഞ് ആദർശ് അവനെ പുറത്തു കൊണ്ടുവന്ന് ഒരുപാട് വഴക്ക് പറയും. അതേസമയം ശ്രദ്ധയും അഞ്ജലിയും ഒറ്റയ്ക്കായിരുന്നല്ലോ. ശ്രദ്ധയോട് അഞ്ജലി ഓരോ കാര്യങ്ങളൊക്കെ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വന്ന ശ്രദ്ധയാണെങ്കിൽ അവളെ വഴക്ക് പറയും. നിങ്ങൾ എന്തിനാ ഓരോന്നും ഇങ്ങനെ കുത്തി ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ സംസാരമാകും. അത് കേട്ട് ആദർശൻ തങ്കച്ചനും അവിടേക്ക് വരും. ആ പോയി കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞ് എല്ലാരെയും സമാധാനിപ്പിച്ച് റൂമിലേക്ക് അയക്കുന്നു. നന്നായി മദ്യപിച്ചിരുന്നതിനാൽ ശ്രദ്ധ കട്ടിൽ വന്ന് കിടന്ന ഉടനെ തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. തങ്കച്ചൻ അവിടെ അടുത്തുള്ള സെറ്റിയിൽ ഇരിക്കുകയാണ് ചെയ്തത്. ആദർശ റൂമിലേക്കും പോയി. അടുത്ത അഞ്ജലിയും കിടന്നുറങ്ങുകയാണ്. അതേസമയം തന്നെ ജെയിംസ് വീടിന് പുറത്ത് പോലീസ് ജീപ്പുമായി എത്തിയിരുന്നു. എന്നിട്ട് അഞ്ജലിയെ കോൾ ചെയ്യും. ഞാൻ പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാത്റൂമിലെ ടാപ്പും തുറന്നു വെച്ചിട്ടാണ് അഞ്ജലി നേരെ അടുക്കളയിലേക്കും പോയത്. അവിടെ വെച്ച് രണ്ടാളും കണ്ടുമുട്ടുകയും കെട്ടിപ്പിടിക്കുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് ആശ തങ്കച്ചനെ കാണാതെ തന്റെ വളർത്തുനായയുമായി ഓട്ടോയിൽ തങ്കച്ചനെ തിരക്കി MLA യുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ഉറക്കമുണർന്ന ശ്രദ്ധ തങ്കച്ചനെ കാണും. നിങ്ങൾ ഇതിൽ പെട്ടുപോയതാ, വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവൾക്ക് സുഖമില്ലാതിരിക്കുകയല്ലേ,
നിങ്ങൾ എത്രയും വേഗം വീട്ടിലേക്ക് പോ, വൈഫിന്റെ കാര്യമൊക്കെ നോക്ക്, എന്റെ കയ്യിലുള്ള കാശും കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ശ്രദ്ധ തന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് അവനെ ഏൽപ്പിക്കും. ഞാനും നാളെ ഇവിടെ നിന്ന് പോകുമെന്നും ശ്രദ്ധ പറയുന്നുണ്ട്. ആ കാശും വാങ്ങിക്കൊണ്ട് തങ്കച്ചൻ പോകുവാനായി ഇറങ്ങുന്ന സമയത്തായിരുന്നു ബാൽക്കണിയിലൂടെ നോക്കുമ്പോൾ പോലീസ് ജീപ്പ് അവിടെ കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ തങ്കച്ചൻ നേരെ അടുക്കള വഴി പോകാമെന്ന് പറഞ്ഞ് അവിടേക്ക് എത്തിയതും അവിടെ ജെയിംസും അഞ്ജലിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് തങ്കച്ചൻ കണ്ടത്. ഈ വീട് മുഴുവൻ അവിഹിതമാണല്ലോ എന്ന് അവൻ ചിന്തിക്കും. എന്നാൽ തങ്കച്ചനെ അഞ്ജലി കാണും. ജെയിംസും കാണുകയാണ്. അഞ്ജലി പറയും, ഇത് വലിയ ബിസിനസ്സുകാരനാ, ആദർശിന്റെ കൂട്ടുകാരനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ജെയിംസ് പറയും, ആര്? ഇവനോ? ഇവൻ ഭയങ്കര കോടീശ്വരനോ? ഇവനൊരു കള്ളനാ, ഇവന്റെ പേര് തങ്കച്ചനാ എന്നൊക്കെ പറഞ്ഞ് ജെയിംസ് അവനെ അടിക്കുവാനൊക്കെ ശ്രമിക്കും. എന്നാൽ അഞ്ജലി പറയും, ഇവൻ ആരായാലും നമ്മളെ രണ്ടുപേരെയും ഇവൻ കണ്ടു കഴിഞ്ഞു, അതെല്ലാം ഇവൻ പുറത്ത് പറഞ്ഞ് ആകെ പ്രശ്നമാകും. എന്നാൽ ഇവനെ നമുക്ക് കാശ് കൊടുത്ത് ഒതുക്കാം, നീ ആരോടും ഈ കേസ് പറയരുതെന്ന് പറഞ്ഞ് അവിടെയായി അഞ്ജലി ഒളിപ്പിച്ചു വെച്ചിരുന്ന കാശൊക്കെ എടുത്ത് തങ്കച്ചന് കൊടുക്കുവാനായി തുടങ്ങി. അതിനിടയിൽ കാശൊക്കെ എടുക്കുന്നത് കണ്ട് ജെയിംസിന്റെ കണ്ണ് തള്ളി. അതിൽ നിന്നും അഞ്ജലി അറിയാതെ കുറച്ച് കാശ് ജെയിംസും അടിച്ചു മാറ്റുന്നുണ്ട്. അത് തങ്കച്ചൻ കാണുകയും ചെയ്യുന്നുണ്ട്. ഉറക്കമുണർന്ന ആദർശ് അഞ്ജലി ബാത്റൂമിലാകുമെന്ന് കരുതി ശ്രദ്ധയുടെ റൂമിലേക്ക് വന്ന സമയത്ത് ശ്രദ്ധ പോകുവാനായിട്ട് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യുകയായിരുന്നു. എനിക്ക് പോകണം, നിങ്ങളുടെ കാറിന്റെ ചാവിതാ, ഞാൻ ഹോട്ടലിലെ റിസപ്ഷനിൽ ഏൽപ്പിച്ചേക്കാം എന്ന് പറയും. ഇനി ഒരു കാര്യവും നടക്കില്ല എന്ന് ആദർശിന് മനസ്സിലായി. ആദർശ് ഉടനെ തന്നെ ചാവി എടുക്കുവാനായി താഴേക്ക് ചെല്ലുന്ന സമയത്ത് അഞ്ജലിയെയും ജെയിംസിനെയും തങ്കച്ചനെയും ഒക്കെ കാണും. താഴേക്ക് ഇറങ്ങി വന്ന ആദർശാണെങ്കിൽ ഇത് ആരാ എന്ന് ചോദിക്കുന്ന സമയത്ത് അഞ്ജലി പറയും, ഇത് മൂർത്തി സാറിന്റെ ഫ്രണ്ടാ എന്ന് പറയും. അത് കേട്ടതും ആദർശ് ഞെട്ടി. എന്തെന്നാൽ അഞ്ജലി ഒരു കള്ളമാണ് പറഞ്ഞത്. തങ്കച്ചനെ മൂർത്തി എന്ന പേരിൽ കള്ളമാണ് ആദർശ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അഞ്ജലിയും ഒരു കള്ളം പറഞ്ഞിരിക്കുന്നു. ആകെ മൊത്തം കള്ളങ്ങൾ. താൻ പറഞ്ഞ കള്ളങ്ങളൊന്നും പൊളിയാതിരിക്കാനായിട്ട് ആദർശ് പറയും, മൂർത്തി എന്നോട് ജെയിംസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ജെയിംസിന്റെ സ്ഥലമാറ്റത്തെക്കുറിച്ച് ഞാൻ നോക്കാമെന്ന് പറയും. ഇത് കേട്ടതും ജെയിംസും ആകെ കൺഫ്യൂഷനായി നിന്നു. അഞ്ജലിയും ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. അതേസമയം തന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ശ്രദ്ധയും താഴേക്ക് വരും. ശ്രദ്ധ ജെയിംസിനെ കണ്ടതും നീ എന്താ ഇവിടെ എന്ന് ചോദിക്കും. ഉടനെ തന്നെ ജെയിംസ് നീ എന്താടി ഇവിടെ എന്ന് ചോദിക്കും. അതിൽ നിന്നും ഒരു കാര്യം അഞ്ജലിക്ക് മനസ്സിലായി. എന്തെന്നാൽ ഈ ജെയിംസിന്റെ ആദ്യത്തെ ഭാര്യയാണ് ശ്രദ്ധ. ശ്രദ്ധയുടെ ഭർത്താവാണ് ജെയിംസ്. അഞ്ജലി തങ്കച്ചനെ ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പോൾ ഈ മൂർത്തി ആരാ എന്ന് ചോദിക്കും. ആദർശ് വീണ്ടും ഒരു കള്ളം പറയും. ഇവര് ത്രികോണ പ്രണയ കഥയാ. ഈ ശ്രദ്ധ ആദ്യം കല്യാണം കഴിച്ച് ജെയിംസിനെയാ, എന്നിട്ടവൾ മൂർത്തിയെ പ്രണയിച്ചു എന്ന് പറയും. ആദർശാണ് ശ്രദ്ധയെ കൊണ്ടുവന്നെന്ന് അറിയിക്കാതിരിക്കാനായിട്ടാണ് അവൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതും. അതെല്ലാം കേട്ട് കൺഫ്യൂഷനിലായ തങ്കച്ചനാണെങ്കിൽ മതി, എനിക്കിതൊന്നും ഇനി സഹിക്കാൻ വയ്യ, അവരവര് തന്ന കാശ് അവരവര് തന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെയും ജെയിംസിന്റെയും കാര്യം പറയാതിരിക്കാനായിട്ട് അഞ്ജലി കൊടുത്ത കാശ് അഞ്ജലി ഏൽപ്പിച്ചു. ശ്രദ്ധയുടെയും ആദർശിന്റെയും കാര്യം പറയാതിരിക്കാനായിട്ട് ആദർശ് കൊടുത്ത കാശ് ആദർശിനെയും ഏൽപ്പിച്ചു. അപ്പോൾ അഞ്ജലി ചോദിക്കും, നിങ്ങൾ എന്തിനാ അവന് കാശ് കൊടുത്തത്? ആദർശ് ചോദിക്കും, നീ എന്തിനാ അവന് കാശ് കൊടുത്തത്? അതെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ അവിടേക്ക് കതകം തുറന്ന് ആശ കയറി വരികയാണ്. ആശയുടെ കൂടെ ആ ഒരു ഡോഗുമുണ്ടല്ലോ. ആശ ചോദിക്കും, നിങ്ങൾ എല്ലാവരും കൂടി എന്റെ ഭർത്താവിനെ എന്തിനാ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാണ് അവൾ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി വന്നതും. എന്നാൽ അവിടെയുണ്ടായിരുന്ന ജെയിംസ് ശ്രദ്ധിച്ചത് ആ ഒരു ഡോഗിനെയായിരുന്നു. എന്തെന്നാൽ ഇടയ്ക്ക് വെച്ച് ജെയിംസിന് ഒരു കേസ് വന്നിരുന്നു. എന്നാൽ കാണാതെ പോയൊരു ഡോഗിനെ കണ്ടെത്തി കൊടുക്കാനായിട്ട്. ആ ഡോഗായിരുന്നു ആശയുടെ കയ്യിലിരുന്നത്. എന്നാൽ ആശ പറയുന്നത് എവിടെ നിന്ന് മോഷ്ടിച്ചതല്ല, അവർക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ജെയിംസിന് തെളിയിക്കാൻ പറ്റാതെ പോയ ആ ഒരു കേസും ഇതിലൂടെ തെളിയിക്കാനായും പറ്റി. അവരെല്ലാവരും ചേർന്ന് തങ്കച്ചനെ എന്തോ ചെയ്യുകയാണെന്ന് കരുതി പേടിച്ച് ആശ പറയും, എന്റെ ഭർത്താവിനെ നിങ്ങൾ ഇപ്പോൾ പുറത്തു വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് പ്രശ്നമാക്കും. ഞാൻ വിളിച്ച സമയത്ത് ഇവിടെ ഒരു പെണ്ണിന്റെ സൗണ്ട് കേട്ടിരുന്നു, അതുകൊണ്ട് ഞാൻ മീഡിയക്കാരെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. MLA വീട്ടിൽ മറ്റൊരു പെണ്ണുണ്ടെന്ന് മീഡിയക്കാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ടതും ആദർശിന് ടെൻഷൻ ആകുവാനായും തുടങ്ങി. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുത്, മീഡിയക്കാരടുത്ത് വരണ്ടെന്ന് പറയാനായും പറഞ്ഞ് ആദർശ് കുറെ കാശ് അവളെ ഏൽപ്പിച്ചു. കാശ് കണ്ടതും ആശ ഫ്ലാറ്റായി. അതേസമയം തന്നെ ആശയ്ക്ക് പെയിൻ വരും. അത് കാണുന്ന ആദർശ് ബോധം കെടും മുമ്പ് ആ മീഡിയക്കാരെ വിളിച്ചിട്ട് വരണ്ട എന്ന് പറ. ആശ പറയും, അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഉടനെ തന്നെ പെയിൻ വന്ന ആശയെ ഹോസ്പിറ്റലിലേക്കും എത്തിക്കും. ആശ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ ആശയ്ക്ക് ഈ നിൽക്കുന്നതെല്ലാം ആരൊക്കെയാണെന്ന കൺഫ്യൂഷൻ ആയിരുന്നു. അതെല്ലാം പിന്നെ പറഞ്ഞു തരാമെന്നായിരുന്നു തങ്കച്ചനും ആദർശം ഒക്കെ പറഞ്ഞത്. എന്നാൽ ആശയ്ക്ക് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന ആഗ്രഹമായി. ഫോട്ടോ എടുക്കാനായി നിന്നത് അവിഹിതമുള്ള എല്ലാവരും ഒരേ സൈഡിലായിരുന്നു. ഇതെന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്, എല്ലാവരും പാർട്ട്നേഴ്സിന്റെ അടുത്ത് നിൽക്കുവാനായും പറയും. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥയും ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.